ഇപ്പോൾ പല ഭക്തജനങ്ങളും ചിന്തിക്കുന്നുണ്ടാകും, ഓ പണമൊക്കെ എന്തിനാ, സ്നേഹം മാത്രം പോരെ, സ്നേഹവും സമാധാനവും ഉണ്ടായാൽ മാത്രം മതി, സമ്പത്തൊന്നും ഒരുപാട് ഉണ്ടായിട്ടൊന്നും വലിയ കാര്യമില്ല എന്നൊക്കെ. പക്ഷേ ശ്രേഷ്ഠ വചനങ്ങൾ ഭാഗം 97. നിന്റെ സമാധാനത്തെയും സമ്പത്തിനെയും കാർന്നു തിന്നുന്ന സുഹൃത്തുക്കളെ ഉടനെ തന്നെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുക. ഹരേ കൃഷ്ണ, നമസ്കാരം. ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും ഞാനിതാ ഭക്തജനങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഇനി എന്ന് വരുമെന്നോ എന്ന് പോകുമെന്നോ ഒന്നും അറിയില്ല കേട്ടോ, എങ്കിലും കഴിവതും വീഡിയോകൾ ചെയ്യാം. ഇന്നത്തെ വിഷയം ഹെഡിങ് കണ്ടപ്പോഴേ ഭക്തജനങ്ങൾക്ക് എല്ലാം മനസ്സിലായി കാണുമെന്ന് കരുതുകയാണ്. നമ്മൾ പറയുന്ന പല വാക്കുകളും പ്രവൃത്തികളും നമ്മുടെ ജീവിതത്തിലേക്ക് സമ്പത്തിനെ ആകർഷിക്കുവാൻ ഉതകുന്നതാണ്. ഇതേപോലെ തന്നെയാണ് കേട്ടോ നമ്മുടെ ജീവിതത്തിൽ നിന്നും സമ്പത്ത് നഷ്ടപ്പെടുവാനും ഇതേ കാര്യങ്ങൾ തന്നെ ചെയ്താൽ മതി. പല പ്രവൃത്തികളും വാക്കുകളും നമ്മുടെ ജീവിതത്തിലെ സമ്പത്തിനെ കാർന്നു തിന്നുവാൻ ഉതകുന്നവയാണ്. അവ എന്തൊക്കെയാണെന്നും ആയതിനെ എപ്രകാരം തടയാമെന്നും ഒക്കെയാണ് കേട്ടോ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഭഗവാന്റെ നാമത്തിൽ നമ്മൾ പറയുവാൻ പോകുന്നത്. തീർച്ചയായും ഒരുപാട് നാൾക്ക് ശേഷം ചെയ്യുന്ന വീഡിയോയാണ്, മുഴുവനായി തന്നെ കാണുക. അത്രത്തോളം ഉപകാരപ്രദമായിട്ടുള്ള ഒന്ന് തന്നെയായിരിക്കും ഇന്നത്തെ ഈ വീഡിയോ. മാത്രമല്ല പരമാവധി മറ്റുള്ള ഭക്തജനങ്ങളിലേക്കും ഈ വിഷയം എത്തിച്ചു നൽകുക കേട്ടോ, കാരണം അവരും ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടാകും. ശരി, അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം. ഒരു പരമമായ സത്യം, രഹസ്യം ആദ്യമേ തന്നെ നിങ്ങളോട് ഞാൻ പറയട്ടെ. നമ്മുടെ ജീവിതത്തിലേക്ക് പണം എത്താതെ ഇരിക്കുവാനുള്ള, കടന്നു വരുവാതെ ഇരിക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന്, രഹസ്യങ്ങളിലൊന്ന്, അത് ഇല്ലായ്മ പറയുന്നത് കൊണ്ടാണ്. ഈ ഒരു മഹാസത്യം എത്ര പേർക്കറിയാം, എത്ര ഭക്തജനങ്ങൾക്കറിയാം? ഇല്ലായ്മ ഓരോ നിമിഷവും നിങ്ങൾ മറ്റുള്ളവരോട് പറയുമ്പോൾ നിങ്ങൾ തന്നെ ഈ പ്രപഞ്ചത്തിനോട് പറയാണ്, എൻ്റെ കയ്യിൽ ഒന്നുമില്ല, ആയതുകൊണ്ട് തന്നെയും ഇനിയും ഞാൻ ഒന്നും ഉണ്ടാക്കുവാനും പോകുന്നില്ല. ഈ ഒരു സന്ദേശമാണ് നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ഈ പ്രപഞ്ചത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പല ഭക്തജനങ്ങളും ചിന്തിക്കുന്നുണ്ടാകും, ഓ പണമൊക്കെ എന്തിനാ, സ്നേഹം മാത്രം പോരെ, സ്നേഹവും സമാധാനവും ഉണ്ടായാൽ മാത്രം മതി, സമ്പത്തൊന്നും ഒരുപാട് ഉണ്ടായിട്ടൊന്നും വലിയ കാര്യമില്ല എന്നൊക്കെ. പക്ഷേ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. എന്തെങ്കിലും ഒരു അസുഖങ്ങൾ വന്നാൽ പോലും നമ്മളുടെ കുട്ടികളുടെ ചിലവുകൾ നടത്തുന്നതിന് പോലും എന്തിനേറെ നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞ ആ സമാധാനം ഉണ്ടല്ലോ, ആ സമാധാനം നമ്മുടെ കുടുംബത്തിലേക്ക് വന്നെത്തിച്ചേരുന്നതിന് വരെ സമ്പത്തിന് നമ്മുടെ എല്ലാം ജീവിതത്തിൽ വലിയ പങ്കാണുള്ളത്. അല്ലാതെ ഒരിക്കലും നിങ്ങൾ ഇപ്രകാരം ചിന്തിക്കുകയോ സംസാരിക്കുകയോ മറ്റുള്ളവരുമായി ചർച്ച നടത്തുകയോ ചെയ്യരുത്. ഇനി രണ്ടാമതായിട്ട് പറയുവാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും നമ്മുടെ ഇല്ലായ്മ അറിയുന്നതിനെ കുറിച്ചാണ്. നമുക്ക് സമ്പത്തുണ്ടോ സമ്പത്തില്ലയോ എന്നൊന്നുമല്ല കാര്യം. നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ദാരിദ്ര്യവുമായി ബന്ധപ്പെട്ട, നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരമാവധി പറയുന്നതും അവരിൽ നിന്ന് കേൾക്കുന്നതും ഒഴിവാക്കുന്നതാകും ഏറ്റവും ഉത്തമം. നമ്മൾ പോലും അറിയാതെ അവയെല്ലാം നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ട്. ഇല്ലായ്മ പറയുന്നവനും കേൾക്കുന്നവനും ഇല്ലായ്മ മാത്രമേ തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയുള്ളൂ എന്ന മഹാസത്യം നിങ്ങൾ ഓരോ ഭക്തജനങ്ങളും പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. അടുത്ത വീഡിയോയിൽ ഒരു പ്രധാനപ്പെട്ട ഗ്രന്ഥം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ആ ഗ്രന്ഥം കഴിവതും നിങ്ങളൊന്ന് വായിച്ചു മനസ്സിലാക്കുക, കാരണം അതിപ്പോൾ അവസാന ഭാഗത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഒരു വട്ടം കൂടി ആയത് വായിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ ആ ഗ്രന്ഥത്തിൽ നിന്നും സ്വായത്തമാക്കിയ കാര്യങ്ങൾ ഞങ്ങളുടെ ഭക്തജനങ്ങളിലേക്ക് എത്തിക്കുവാനായി സാധിക്കുകയുള്ളൂ. അതോടെ നിൽക്കട്ടെ. അപ്പോൾ ഒരിക്കലും നിങ്ങളുടെ സുഹൃത്തുക്കളുമായി നമ്മുടെ ഇല്ലായ്മ ഒരു കാരണവശാലും പങ്കുവയ്ക്കുവാൻ നിൽക്കരുത്. ആയത് സ്വന്തം കുഴി തോണ്ടുന്നതിന് സമമാണ് എന്ന് ഭക്തജനങ്ങളെല്ലാം മനസ്സിലാക്കി വെക്കുക കേട്ടോ. എപ്പോഴും നല്ലതിനെ കുറിച്ച് സംസാരിക്കുക, പണം ഉണ്ടാക്കുന്നതിനെ കുറിച്ചും സമ്പത്ത് സൃഷ്ടിക്കുന്നതിനെ കുറിച്ചും സംസാരിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്ക് സമ്പത്തിന്റെ ആ മഹാസാഗരം ഭഗവാൻ കൊണ്ടു തരികയുള്ളൂ. ഇനി പറയുവാനുള്ള മൂന്നാമത്തെ കാര്യം, അത് പ്രാർത്ഥനയെ സംബന്ധിക്കുന്നതാണ്. നമ്മുടെ വീടുകളിൽ ഇരുന്നുള്ള ധ്യാനവേളകളിലും ക്ഷേത്രയാത്രകൾ, ക്ഷേത്ര ദർശനങ്ങൾ നടത്തുമ്പോഴുമുള്ള പ്രാർത്ഥനയിലായാലും എന്തു തന്നെയായാലും പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം ഇല്ലായ്മ ഒരു കാരണവശാലും ഭഗവാന് മുന്നിൽ അവതരിപ്പിക്കരുത്.
ആദ്യം തന്നെ നമുക്ക് ഉള്ള കാര്യത്തെക്കുറിച്ച് സംസാരിക്കാം. ഇതായിരിക്കും ഏറ്റവും നല്ലത്. മനസ്സിൽ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ലഭിച്ച എല്ലാ സമ്പത്തിനെക്കുറിച്ചും, അത് 1 രൂപയായാൽ പോലും ആയത് എനിക്ക് നൽകിയതിന് ഭഗവാനോട്, എൻ്റെ കണ്ണനോട് പൂർണ്ണമായും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വേണം നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ. പ്രാർത്ഥിക്കുന്ന വേളകളിലെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിർവികാരത്തോടെ നിങ്ങൾ ഇല്ലായ്മയെക്കുറിച്ച് പറയുകയാണ് എങ്കിൽ തീർച്ചയായും ആയതിനെ ബോധപൂർവം മാറ്റി പ്രതിഷ്ഠിച്ചുകൊണ്ട് നല്ലതിനെക്കുറിച്ചും നന്ദിയെക്കുറിച്ചും കൂടുതലായും ആ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം നിങ്ങൾ പ്രാർത്ഥന പൂർത്തിയാക്കുവാനായി, അവസാനിപ്പിക്കുവാനായി. ഒരിക്കലും ഇല്ലായ്മ പറഞ്ഞതിന് ശേഷം നിങ്ങൾ പ്രാർത്ഥന അവസാനിപ്പിക്കരുത്. ആയത് വീണ്ടും നിങ്ങളിലേക്ക് ഇല്ലായ്മ നൽകുവാനുള്ള ഒരു സൂചന ഭഗവാന് നൽകുന്നതിന് തുല്യമാണ് എന്ന് ഭക്തജനങ്ങളെല്ലാം മനസ്സിലാക്കി വെക്കാട്ടോ. നമ്മൾ എപ്പോഴും സാധാരണ കണ്ടിട്ടുള്ളത് ഭക്തർ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന വീഡിയോകളും ഫോട്ടോകളും ഒക്കെയാണ്. പക്ഷേ യാഥാർത്ഥ്യം, ആ മഹാരഹസ്യം നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക. സന്തോഷത്തോടു കൂടി വേണം നിങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിക്കുവാൻ. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിങ്ങൾ ഇല്ലായ്മ പറഞ്ഞുകൊള്ളൂ, സങ്കടങ്ങൾ ഭഗവാനെ ബോധിപ്പിച്ചുകൊള്ളൂ. തുടക്കവും ഒടുക്കവും എപ്പോഴും സന്തോഷത്തോടും സമാധാനത്തോടും കൂടി വേണം പ്രാർത്ഥിക്കുവാനായിട്ട് കേട്ടോ. മറ്റുള്ളവർക്കും ഈ ഒരു രഹസ്യം പറഞ്ഞു കൊടുക്കുക. ഇന്നത്തെ ഈ വിഷയത്തിന്റെ സാരാംശം പറയുകയാണ് എങ്കിൽ, എപ്പോഴും സമൃദ്ധിയെക്കുറിച്ച്, സമ്പത്തിനെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുകയാണ് എങ്കിൽ വളരുന്ന കാര്യത്തെക്കുറിച്ച്, കൊഴിയുന്ന കാര്യത്തെക്കുറിച്ചല്ല, നമ്മൾ വളരുന്നതിനെക്കുറിച്ചും നാളെ നല്ലത് നടക്കുവാൻ പോകുന്നു എന്നുള്ള സൂചനകളും അഭിവൃദ്ധിയെക്കുറിച്ചും മറ്റുള്ളവരോട് പറയുന്നതിലൂടെ കൂടുതലായും നമ്മുടെ ജീവിതത്തിലേക്ക് സമ്പത്ത് ഒഴുകിയെത്തുവാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്ന് ഭക്തജനങ്ങൾ എല്ലാവരും മനസ്സിലാക്കി വെക്കുക. ഇതാണ് ഇന്നത്തെ ഈ വീഡിയോയുടെ സാരാംശം. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയുവാനുണ്ട്. കുറച്ച് നാളായല്ലോ വീഡിയോകളൊക്കെ ചെയ്തിട്ട്, അപ്പോൾ ഉദാഹരണങ്ങളൊന്നും പറഞ്ഞു പോയിട്ടില്ല എന്നറിയാം. ഒരു സ്റ്റാർട്ടിങ് ട്രബിളാണെന്ന് ഓർത്താൽ മതി. ഇനിയും ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ, ഭഗവാന്റെ നാമത്തിൽ ഒരുപാട് വീഡിയോകൾ ചെയ്യുവാനായിട്ട് സാധിക്കട്ടെ, അതിനുള്ള ഭാഗ്യം ഭഗവാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. ഇന്നത്തെ ഈ വീഡിയോയെക്കുറിച്ചുള്ള ഭക്തജനങ്ങളുടെ വിലപ്പെട്ട അറിവുകൾ, അഭിപ്രായങ്ങളെല്ലാം താഴെ കമൻറ്റിൽ എഴുതുവാൻ നിങ്ങൾ ഒരു കാരണവശാലും മടി കാണിക്കരുത്. ഇതെല്ലാം വായിക്കുവാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ് കേട്ടോ. ശരി, അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയുവാനില്ല. ഇന്നത്തെ ഈ വീഡിയോ അത്രമേൽ സന്തോഷത്തോടു കൂടി സ്പോൺസർ ചെയ്തിട്ടുള്ളത് കോയമ്പത്തൂരിൽ നിന്നും രാജൻ എന്ന നാമധേയത്തിലുള്ള ഒരു അങ്കിളാണ്. 10 പേർക്കുള്ള ഭഗവത്ഗീത ഗ്രന്ഥമാണ് അങ്കിള് സ്പോൺസർ ചെയ്തിട്ടുള്ളത്. സ്പോൺസറിങ് എല്ലാം, ഗ്രന്ഥങ്ങളെല്ലാം 10 പേർക്ക് ഒരു മാസം മുന്നേ നമ്മൾ അയച്ചു കഴിഞ്ഞു. വീഡിയോ ചെയ്യാൻ താമസിച്ചെന്നേ ഉള്ളൂ. അങ്കിള് പറഞ്ഞിരുന്നു സമയം കിട്ടുമ്പോൾ ചെയ്താൽ മതി. ഇപ്പോൾ ഈ കർമ്മം ആദ്യം നടക്കട്ടെ എന്ന് അങ്കിള് പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗ്രന്ഥങ്ങളെല്ലാം മറ്റുള്ള ഭക്തരിലേക്ക് ഞങ്ങൾ എത്തിച്ചത്. എന്തായാലും ആ വലിയ മനസ്സിന് നന്ദി. ഏത് ആഗ്രഹം പ്രതിയാണോ അങ്കിളും കുടുംബവും 10 ഭഗവത്ഗീത ഗ്രന്ഥം നമ്മുടെ എങ്കിലും എൻ്റെ കൃഷ്ണ കൂട്ടായ്മയിലൂടെ മറ്റുള്ള അർഹതപ്പെട്ട ഭക്തജനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള മനസ്സ് കാണിച്ചിട്ടുള്ളത്, ആ ഒരു കാര്യം എത്രയും പെട്ടെന്ന് നടക്കട്ടെ എന്നും ഭഗവാൻ എല്ലാ അനുഗ്രഹങ്ങളും രാജനങ്ങളിലും അങ്കിളിൻ്റെ കുടുംബത്തിലുള്ള എല്ലാ ഭക്തജനങ്ങൾക്കും നൽകട്ടെ എന്നും ഈ വേളയിൽ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. ശരി, അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയുവാനില്ല. ഭഗവാൻ ആ കള്ളക്കണ്ണൻ എല്ലാ ഭക്തജനങ്ങളെയും 2 കൈ നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. കാണാം, പകലാം. നന്ദി, നമസ്കാരം.